എടുത്ത് അങ്ങോട്ട് നോക്കി. ഇതേതാടത്? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നമുക്കൊന്ന് മുട്ടി നോക്കാം. ചേച്ചിയെ എങ്ങോട്ട് പോകാനിരിക്കുവോ? അതെ, എവിടെ പോണെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ ഉണ്ടാക്കാം. അത് നടുക്കിരുന്നാ മതി. നമുക്ക് 3 ആൾക്കൂടെ ഒരുമിച്ചിരുന്നങ്ങ് പോവാം. വരുന്നോ? എടാ, ഇവരെന്തോ കിളി പോയ കേസാന്ന് തോന്നുന്നു. അത് സാരമല്ലോ, നമുക്ക് എന്തായാലും ഒന്ന് മുട്ടി നോക്കാം. ചോദിക്കേ. അതെ, രാത്രി വെറുതെ നടന്നു പോകണ്ട, നമുക്ക് ബൈക്ക് ജോളിയായിട്ടങ്ങ് പോവാന്നേ. ചിലർ എത്ര വേണമെങ്കിലും തരാം. വന്ന് വണ്ടി കയറ്. വാ ഇങ്ങോട്ട്. വരുന്നുണ്ടോ? എന്ത് പണിയാ നിങ്ങൾ ഈ കാണിച്ചേ? എന്നോട് ക്ഷമിക്ക്. മതി മതി, ഒന്ന് വണ്ടി കയറി. നടക്കുമോള്. അമ്മേ, സന്ദീപ് പോയിട്ട് ഇതുവരെ വന്നില്ലേ? ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തതുമില്ല. ആ, ഇനി അവര് രണ്ടുപേരും തിരിച്ച് മൂകാംബികയ്ക്ക് പോയിട്ടുണ്ടാവോ? പോകുന്നെങ്കിൽ പോട്ടെ. അങ്ങനെ സംഭവിച്ചാ അത് നല്ലതാണെന്നേ ഞാൻ കരുതും. വലിഞ്ഞു കയറി വന്ന മാരണം സ്വയം ഒഴിവായി പോയത് എന്റെ മനോനേരുകൊണ്ട. എടാ മോനെ, അവരെ അന്വേഷിച്ചു പോയിട്ട് നീ അവരെ കണ്ടോ? അവരെ കണ്ടു കിട്ടാൻ വേണ്ടി ഞാൻ നേരാത്ത വഴിപാടുകളൊന്നുമില്ല. എന്നാലും അവര് നിന്നോട് പോലും പറയാതെ പൊയ്ക്കളഞ്ഞല്ലോ മോനെ. അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടാവും. എന്തായാലും ഇവരെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ. ഞാൻ ദേഷ്യം വരുമ്പോ വായി തോന്നുന്നത് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. എന്റെ സ്വഭാവം അങ്ങനെയാണെന്ന് നിനക്കറിയില്ലേ? പിന്നെ എന്തിനാ നീ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്? ശ്രീകല മാഡം, എന്നോട് ക്ഷമിക്കണം. മോളെക്കുറിച്ച് മോശമായി സംസാരിച്ചപ്പോ എനിക്ക് വല്ലാത്ത ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നിപ്പോയതാ. എന്റെ മനസ്സ് എന്റെ കയ്യിൽ നിന്ന് പോയതാ.
സംഭവിച്ചു പോയതാ. ഒന്നും മനഃപൂർവ്വമല്ല. മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോയപ്പോ ചെയ്തു പോയ ഒരു കയ്യബദ്ധമാ. എന്നോട് ക്ഷമിക്കണം. ഓ, ഞാനിതൊക്കെ അപ്പോഴും മനസ്സിൽ നിന്ന് കളഞ്ഞു. അല്ലെങ്കിലും മനസ്സിന് സുഖമില്ലാത്ത ഒരാളുടെ പ്രവൃത്തിയായിട്ടേ ഞാനത് കണ്ടിട്ടുള്ളൂ. ദേവൂട്ടി അധിക്ഷേപിച്ചതിനും ദ്രോഹിച്ചതിനും അമ്മ ഇവളോട് സോറി പറയണം. അതല്ലേ അമ്മേ അതിന്റെ ഒരു ശരി. അത് ഞാൻ ഇവളോട് പറഞ്ഞല്ലോ. അങ്ങനെ പോരാ. അമ്മ മാന്യമായ രീതിയിൽ ഒരു സോറി പറഞ്ഞെങ്കിലേ ദേവൂട്ടിയുടെ മനസ്സിൽ നിന്ന് ആ സങ്കടം മാറും. നിന്നെ വഴക്ക് പറഞ്ഞത് ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണെന്ന് കരുതി നീ അതങ്ങ് ക്ഷമിച്ചു കളയണം. ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. ആ, എല്ലാം പരസ്പരം പറഞ്ഞു തീർത്ത സ്ഥിതിക്ക് ഇനിയിപ്പോ അവര് പോയി കിടന്നുറങ്ങട്ടെ. നാളെ രാവിലെ ദേവൂട്ടിക്ക് സ്കൂളിൽ പോവാനുള്ളതാ. വാ മോളെ. നിനക്കെന്താ ഉറങ്ങണ്ടേ? ഇല്ലെങ്കിൽ നേരത്തെ കിടന്നുറങ്ങുന്ന ആളാണല്ലോ. സന്ദീപേ, നീയും ചെന്ന് കിടന്നുറങ്ങാൻ നോക്ക്. ചെല്ലേ, വാ മോനെ. മോളുടെ വിഷമം കൊണ്ട് മോൾ എന്നെ വഴക്ക് പറഞ്ഞെന്ന് എനിക്കറിയാം. എനിക്കതിൽ വിഷമമൊന്നുമില്ല. അയ്യോ, മോളെന്തിനാ എന്നോട് മാപ്പ് പറയുന്നേ? തെറ്റ് ചെയ്തത് ഞാനല്ലേ? എന്നിട്ടും മോളൊന്ന് ദേഷ്യപ്പെട്ടപ്പോഴേക്കും